പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എടാ ഗിരീഷ് ഏട്ടനോട് വന്ന് രജനി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ. നീയും ദേവികയും മുൻകൈ എടുത്ത് സിദ്ധുമംഗളുമായിട്ട് സംസാരിച്ച് അവരുടെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം എടുക്ക്. നിന്റെയും ദേവികയുടെയും കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടക്കണം. അപ്പൊ പിന്നെ ഗിരീഷ് ഏട്ടൻ ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും പറ്റും. നിനക്കും ദേവികയ്ക്കും വീട്ടിനകത്ത് ശക്തമായൊരു സപ്പോർട്ടും കിട്ടും. നോക്കാം. അവരുടെ കാര്യം എന്തായാലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ശരിടാ, പോയിട്ടാണ്. ശരി. ഓണം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. എന്റെ മോളെ, പൂവിളിയും പൂക്കളവും കടുവകളിയും വള്ളംകളിയും അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത മനുഷ്യരല്ലേ. ആ ഓക്കെ, അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം. നന്ദനോട് പറയാം, സിദ്ധുവിനോടും പറയാം. പിന്നെ വിളിക്കാം ഞാൻ. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തറിയാം? മോളെ, ദേ വീടെത്തി. ഇത് ഞാൻ പിടിച്ചോളാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ അതൊന്നും കുഴപ്പമില്ല അങ്കിളെ. ഇതിന്റെ ഒരു ത്രില്ല് ഞാനും ഒന്ന് അറിയട്ടെ. ഈ മോളുടെ ഒരു കാര്യം ഞാൻ തുറക്കാം. ഇനിയും ഒരുപാട് കഥകളുണ്ട്. അങ്കിളുടെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്താടോ ഇത്? മീരമോളെന്താ തന്റെ ജോലിക്കാരിയോ അതോ അടിമയോ? ആന്റി കാര്യം അറിയാതെ അങ്കിളിന് വഴക്ക് പറയല്ലേ. ഞാൻ കാറിൽ വരുന്ന കണ്ടപ്പോ അങ്കിളിനെ കണ്ടു. ഇതെല്ലാം ചുമന്ന് വരുന്ന കണ്ടപ്പോ കഷ്ടം തോന്നി. കാറിൽ കയറാൻ പറഞ്ഞിട്ട് അങ്കിൾ കേൾക്കുന്നുമില്ല. പിന്നെ ഞാനും കാറിൽ നിന്ന് ഇറങ്ങി അങ്കിളിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോന്നു. മോളി സാധനങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് വാങ്ങിയതാ. ഞാൻ തന്നെ പിടിച്ചോളാന്ന് പറഞ്ഞതാ മാഡം. ആന്റി, സത്യം പറഞ്ഞ അങ്കിളിനെ സഹായിക്കാൻ വേണ്ടിയാ ഞാനിത് എടുക്കാന്ന് പറഞ്ഞ. പച്ചക്കറിയൊക്കെ തൂക്കി നടന്നു തുടങ്ങിയപ്പോ ഒരു രസം. പക്ഷേ എനിക്കിതങ്ങോട്ട് രസിക്കുന്നില്ല. ഡോ, ഇനി ഇതുപോലെ എങ്ങാനും എന്റെ കണ്ണിപ്പെട്ട അവിടെ തീരും തന്റെ ജോലി. അങ്കിളിനെ വഴക്ക് പറയല്ലേ ആന്റി. അങ്കിളിനെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്തിട്ട് അതവസാനം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി മാറിയെന്ന് പറയുന്നത് കഷ്ടാ. മോളെ, ആവശ്യമില്ലാത്ത സഹായവും സഹതാപവും ഒന്നും വേണ്ട. ദേവികയുടെ അച്ഛനല്ലേ ആന്റി. അങ്കിളിനോട് സംസാരിച്ചാലുണ്ടല്ലോ സമയം പോകുന്നതേ അറിയില്ല. ആന്റി, ഈ കാണുന്ന പോലൊന്നും അല്ല അങ്കിള്. ആളൊരു പുലിയ. സകല അഭ്യാസങ്ങളും അറിയാം. അടവുകളും അഭ്യാസങ്ങളും ഒക്കെ തൽക്കാലം കയ്യിൽ വെച്ചാ മതി. അതൊന്നും ചന്ദ്രോത്ത് എടുക്കണ്ട. ഞാൻ മോളോട് 2-3 വട്ടം പറഞ്ഞിരുന്നു, ഇനി ഇത് ആവർത്തിക്കരുത്. എന്റെ ആന്റി, ഇങ്ങനെ ബലം പിടിക്കാതെ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്ക്. അങ്കിള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആന്റി വെറുതെ പറയുന്ന. നിക്കടോടെ, ഇത് ഫൈനൽ വാർണിംഗാ. ഇനി ഇതുപോലെ സംഭവിക്കരുത്. ആ മോൾ അങ്ങനെ ചെയ്തതിന് എന്നോടൊന്നും ദേഷ്യപ്പെടുന്നത് എന്താ? ശബ്ദത്തിലൊരു ഇഷ്ടക്കേട്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട. അതെ,
നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാർഗവി എവിടെ? നേരത്തെ പോയോ? ഇല്ല മേഡം, അവള് ദാ വരുന്നു. ശരി മാഡം. വാ സുലോചന. ഭാർഗവി, രാവിലെ നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഉള്ളിലെ ദേഷ്യവും സങ്കടമൊക്കെ ഒഴിഞ്ഞില്ലേ? ഇനി അകത്തേക്ക് വരാൻ പാടില്ലേ? ഇത് നിന്റെയും കൂടി വീടല്ലേ? സ്വന്തം വീട്ടിൽ കയറാൻ ഇത്രയും ആലോചിക്കണോ? കയറി വാ ഭാർഗവി. എന്താ ഭാർഗവി? ഇതിപ്പോ എന്റെ സ്വന്തം വീടായിട്ട് തോന്നുന്നില്ല പ്രഭുകുഞ്ഞെ. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലം, ഒരു കെട്ടിടം, അങ്ങനെ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പ്രഭകുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. ഭാർഗവി, നിനക്ക് നിന്റെ പ്രഭകുഞ്ഞിനെ അറിയാലോ. ജീവിതത്തിൽ ആരോടും ഒരു കാര്യത്തിനും അപേക്ഷിച്ചിട്ടില്ല, അടിയറോ പറഞ്ഞിട്ടില്ല, ഒരു ക്ഷമ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ നിന്നോട് ക്ഷമ പറയാൻ എനിക്ക് ഒരു മടിയും തോന്നുന്നില്ല. ഞാൻ ദാ ഇപ്പോ വീണ്ടും നിന്നോട് ക്ഷമ പറയാ. അയ്യോ, കുഞ്ഞെന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് വിഷമം തോന്നും. മുരളിയും ഗൗരിയും പറയുന്ന പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ കുഞ്ഞെ, അനുഭവിച്ചതൊക്കെ അവരല്ലേ. ഞാൻ അവിടെ വീട്ടിൽ വരാം, അവരോട് ക്ഷമ പറയാം. ക്ഷമ പറച്ചിലുകൊണ്ടൊന്നും അവരുടെ മുറിവ് കരിയില്ല കുഞ്ഞെ. ഗൗരിക്ക് ചിലപ്പോ മരണം വരെ ഈ ദുഃഖമായിരിക്കും മനസ്സില്. ഭാർഗവി, ഗൗരിക്ക് സംഭവിച്ച നഷ്ടത്തിന് ഞാനൊരു തുക കൊടുക്കാന്ന് പറയ, ഒരു നഷ്ടപരിഹാരം. പ്രഭകുഞ്ഞെ, കുഞ്ഞെന്തൊക്കെ ഈ പറയണത്? നഷ്ടപരിഹാരം കൊടുക്കാന്നോ? പണം കൊണ്ട് തീർക്കാൻ പറ്റോ കുഞ്ഞെ ഈ ദുഃഖം? ഭാർഗവി വിഷമിക്കണ്ട, നിങ്ങൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞെന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഭാർഗവി വീട്ടിലേക്ക് വാ. മുരളിയോടും ഗൗരിയോടും ഞാനൊരു അഭിപ്രായം ചോദിക്കട്ടെ കുഞ്ഞെ? അവരുടെ മറുപടി അറിഞ്ഞ് എനിക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റൂ. ഞാൻ പോട്ടെ കുഞ്ഞെ. ഭാർഗവി, അവരുടെ നഷ്ടപരിഹാരം അമ്മ പോയി പറ. നഷ്ടപരിഹാരം വേണമെന്ന്. നമുക്ക് നഷ്ടപ്പെട്ടതേ നമ്മുടെ കുഞ്ഞാ. ആ കുഞ്ഞിനെ മടക്കി തരാൻ പറ. അതാണ് നമുക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം. പറ്റുമോ അവരെ കൊണ്ട്? വന്നേക്കുന്ന ഓരോ അടവുകളുമായിട്ട്. അമ്മ അവരോട് സംസാരിക്കാൻ പോലും ചെയ്യരുതായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കാൻ പോയതല്ല ഗൗരി. അങ്ങോട്ട് കയറിയാലും ഇങ്ങോട്ട് കയറിയാലും അമ്മ സംസാരിച്ചോ? വിളിച്ചപ്പോ തിരിഞ്ഞിരിക്കാൻ പാടില്ലായിരുന്നു. മനുഷ്യരല്ലേടാ, ചില സമയത്ത് മനസ്സൊന്ന് അലിഞ്ഞു പോവും. പക്ഷെ ഞാൻ പറയേണ്ടത് നല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അത് നന്നായിട്ട് അവിടെ കൊണ്ടിട്ടുമുണ്ട്. പിന്നെ പ്രഭക്കുഞ്ഞിന്റെ മുമ്പിൽ അമ്മ എത്രത്തോളം പറയുന്നു ഊഹിക്കാവുന്നേ ഉള്ളൂ. അല്ലടാ, പറഞ്ഞു. സംശയം നീ ദേവിയോട് ചോദിച്ചു നോക്ക്. ദേവിക കേട്ടു നിന്നു. എന്തായാലും
നാളെ മുതല് ചന്ദ്രോത്തിന്റെ മുന്നിൽ കൂടി അമ്മ പണിക്ക് പോണ്ട. ആ പ്രദേശത്തേക്കേ പോണ്ട. പറ്റില്ലെങ്കിൽ ഈ ജോലി അങ്ങ് നിർത്തിക്കോ. അമ്മ, നമ്മുടെ മനസ്സിൽ മരണം വരെയുള്ളൊരു മുറിവാ ആ സ്ത്രീ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെ അകറ്റി നിർത്തണം അമ്മേ. അച്ഛൻ തിരക്കിലാണോ? എന്താ കാര്യം പറ. അച്ഛാ, രജനീച്ചയുടെ കാര്യത്തില് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഗിരീഷേട്ടനും ചേച്ചിയും പരസ്പരം ഇഷ്ടത്തിലാണെന്നും വിവാഹത്തിന് സമ്മതമാണെന്നും നമുക്കറിയാലോ. ഇനി കാര്യങ്ങൾ വൈകിപ്പിക്കണ്ട അച്ഛാ. സത്യത്തില് ഗിരീഷേട്ടൻ രജന ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. അച്ഛൻ അനുവദിച്ചു കഴിഞ്ഞ രജന ചേച്ചിയും ഗിരീഷേട്ടനും തമ്മിലുള്ള വിവാഹാലോചന ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ അച്ഛനറിയാലോ, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനിയും ചേച്ചിക്ക് പുതിയൊരാലോചനയായിട്ട് അമ്മ വരുന്നതിന് മുമ്പ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഈ വിവാഹം നടത്തിക്കൊടുക്കണം അച്ഛാ. ചേച്ചി പാവ, മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഒതുക്കി അങ്ങനെ ജീവിക്കുക. ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കുടുംബജീവിതം വേണം അച്ഛാ. അച്ഛൻ്റെ ഒരു എസ് മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. രജനി, എന്താ അവിടെ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇവിടെ വാ. നീയും ദേവികയും ഇക്കാര്യം രജനിയോട് സംസാരിച്ചോ? ഇല്ലച്ചാ. ആ, ഞങ്ങളെ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാ. നിന്റെ അഭിപ്രായം അറിയണം. ചേച്ചിയോട് അതേപ്പറ്റി പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, എല്ലാം അതിന്റെ രീതിക്ക് തന്നെ പോണം. ഇവിടെ വാ. നീയും ഗിരീഷും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഒരു ആലോചന തുടങ്ങി വെക്കാൻ പോവാ. അതെ ചേച്ചി, ഞാനും ദേവിയും മുൻകൈ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. അമ്മയുടെ എതിർപ്പ് കാരണം അച്ഛന് ചിലപ്പോ നേരിട്ട് കൂടെ നിൽക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അച്ഛന് സപ്പോർട്ട് മതി. എടാ, അമ്മ ഇത് എളുപ്പത്തിൽ അംഗീകരിച്ചു തരില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ വല്ലാതെ വിഷമിക്കേണ്ടി വരും. എത്ര വിഷമിക്കേണ്ടി വന്നാലും ശരി, ഞങ്ങൾ ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. മുന്നോട്ട് കൊണ്ടുപോയി വിവാഹത്തിൽ അവസാനിപ്പിക്കും. അപ്പോ ഞാൻ പച്ചക്കൊടി വീശിയിരിക്കുന്നു. ഗോ അഹെഡ്. ആ അച്ഛാ, അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് പോവാം. അതെ. അപ്പോ ഇനി ബാക്കി കാര്യങ്ങൾ വൈകിപ്പിക്കണ്ട.
എന്തായിരുന്നു ഒരു ഗൂഢാലോചന? എന്നെ കണ്ടപ്പോ അനുയായികളൊക്കെ പിരിഞ്ഞുപോയല്ലോ. ഒന്നുമില്ല. വരുന്ന ഇലക്ഷനിൽ എനിക്ക് പകരം ദേവിയെ മത്സരിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യായിരുന്നു. ആണോ? നന്നായി. എങ്കിൽ അവൾക്കെതിരെ മത്സരിക്കുന്നത് ഞാനായിരിക്കും. കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അവള് തോക്കും. ഇതിനേക്കാൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോ നോട്ടയ്ക്കും താഴെ പോയിട്ടുണ്ട്. ഇലക്ഷൻ തന്ത്രങ്ങൾ അറിയാത്തവര് അങ്ങനെ തോക്കും സിദ്ധു. ചന്ദ്രോത്ത പ്രഭാവതി സകല അടവുകളും കൈക്കുള്ളിലാക്കിയ ആളാ. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആരും നോമിനേഷൻ കൊടുക്കണ്ട. ചുമ്മാ തോറ്റുപോവും. ആയിക്കോട്ടെ. ഞാൻ അറിയാതെ ഇവിടെ നടക്കുന്ന ഗൂഢാലോചനകള് പൊളിഞ്ഞു വീഴും സിദ്ധു. എത്ര രഹസ്യമായി കരുനീക്കം നടത്തിയാലും ഞാൻ അത് കണ്ടുപിടിക്കും. അതെനിക്കറിയാം. ആരാണാവോ? ആ, ഞാൻ നന്ദൻ. ഇതെന്റെ ഭാര്യ ദേവിക. ആ, ഗിരീഷേട്ടൻ അറിയാം. ഞാൻ MLA സിദ്ധാർത്ഥന്റെ മകനാ. ഓ, MLAയുടെ മകനാണെങ്കിൽ കേറി വരണം. ഗിരീഷേട്ടന്റെ അമ്മ തന്നെ. എടാ ഗിരിയെ, നിന്റെ നന്ദനും ദേവികയും വന്നിട്ടുണ്ട്. ഗിരീഷേട്ടന്റെ അമ്മയ്ക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാമോ? MLAയുടെ മോനാണെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ MLA അല്ലല്ലോ. അങ്ങനെ അങ്ങ് അറിയാൻ? അങ്ങനെയല്ല, നന്ദുവിനെ പറ്റി ഗിരീഷേട്ടൻ. അതവിടെ നിക്കട്ടെ. അതിനു മുമ്പ് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ദേ, തീർന്നില്ലെങ്കിൽ അത് തീർക്കണം. ഭാര്യയെ ആ സ്ഥാനത്ത് നിർത്താൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ കെട്ടരുത്. എന്റെ ഗിരിയെ പോലെ കല്യാണം കഴിക്കാതെ ജീവിക്കാലോ. അപ്പോ ഞങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. നന്ദ, ഗിരീഷേട്ടാ ഇരിക്കണം. ഹലോ മാഡം, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇത് ചന്ദ്രോത്തല്ല. അമ്മേ, നന്ദന്റെ ഭാര്യയെ കുറിച്ച് പറയുമ്പോ 100 നാവായിരുന്നല്ലോ അമ്മയ്ക്ക്. അയ്യോ പാവം കുട്ടി, എത്ര സഹിച്ചു എന്നൊക്കെ. ഇപ്പെന്താ, ഒന്നും പറയാനില്ലേ? ഓ, അപ്പോ ഞങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലേ? എന്നും രാത്രി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഇവൻ നാട്ടുകാര്യങ്ങൾ മുഴുവൻ പറയും. അതുകൊണ്ടെന്താ, എനിക്ക് ടിവിയും കാണണ്ട, പേപ്പറും വായിക്കണ്ട. ന്യൂസ് മുഴുവനും ദേ എവന്റെ നിന്ന് കിട്ടും. ഈ അടുത്ത കാലത്തായി നിങ്ങളെക്കുറിച്ചാ എപ്പോഴും പറയാറുള്ളത്.